നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മാസം ഒരു മിറാക്കിൾ വരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് കാണുന്നത് എന്തൊക്കെയോ നിങ്ങൾ ഈ മാസം ഒരുപാട് സോറി കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പോളജീസ് കേൾക്കേണ്ടി വരും. നിങ്ങൾ ആ ഒരു ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും നോ കോണ്ടാക്റ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്ന് ഒരുപാട് അപ്പോളജീസ് അല്ലെങ്കിൽ ഒരുപാട് സോറീസ് പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ട് ഇതിനി വേണ്ട, അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതാണ് റെസനേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ എടുക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് ഇത് വേണ്ട, ഇനി ഇവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അവർ വരും, അവർ നിങ്ങളുടെ ചുറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ പുറകിലും നടന്ന് സോറി പറഞ്ഞ് എങ്ങനെയും നിങ്ങളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണം. ഓക്കെ, നിങ്ങൾ അവർ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് നല്ലോണം അറിയാം. എങ്ങനെയും നിങ്ങളെ കൊണ്ട് മൈൻഡ് ചെയ്യിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ആൻഡ് 3 ഓഫ് പെന്റക്കിൾസ്. അപ്പം ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി എങ്ങനെയും അവിടെ ചെയ്ത തെറ്റുകളെല്ലാം എങ്ങനെയും ഒന്ന് തിരുത്തി അവർക്ക് തിരിച്ചത് അവർക്ക് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അവർക്ക് എങ്ങനെയും അത് ഒന്ന് ശരിയാക്കണമെന്നുണ്ട്. നിങ്ങൾ അത് സമ്മതിച്ചാൽ. ഓക്കെ, നിങ്ങളെ സമ്മതിക്കാതെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ഇനി ഇത് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട എന്ന രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ വ്യക്തി പല തവണയായിട്ട് ഇങ്ങനെ ഇത് കാണിക്കുന്ന പോലെയാണ് കാണുന്നത്. ഇത് ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് പോകുമോ പിന്നെയും തിരിച്ചു വരും. അത് പല തവണയായിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട്. ഓക്കെ, ദേ ലവ് യു സോ മച്ച്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നവര് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തികൾ എനിക്കൊരു എനർജി സ്കോർപിയോ, പൈസസ് ഏരീസിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഈ 3 സോഡിയാക് സൈനിൽ പെട്ട ആരെങ്കിലും ആണെന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. 8 ഓഫ് വാൻസ് ആൻഡ് 7 ഓഫ് കപ്സ്. സോ ഇവരുടെ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. നിങ്ങളെ അവര് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അവരത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അവരത് തിരിച്ചു വരുവാണ്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് മിണ്ടണമെന്നും ഉണ്ട്. പിന്നെ എനിക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങള് എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങളോട് എന്തോ ചെയ്തു. ഓക്കെ, അത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എന്നിട്ട് ആ ഹേർട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെയോ തിരിച്ചു വന്നു. നിങ്ങൾ ഒരുപാട് വിഷമിച്ചു, നിങ്ങളെ ഫോക്കസ് ചെയ്ത് എങ്ങനെയൊക്കെയോ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി തിരിച്ചു വന്നത്. ഓക്കെ, അത്രയും എന്തോ ഇവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. 4 ഓഫ് കപ്സ് ആൻഡ് Queen of Swords reversed. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഹേർട്ടാണ്. അതുപോലെ ഈ പേഴ്സണും ഇപ്പം നല്ല ഹേർട്ടായിട്ട് തോന്നുന്നു. ആ ഒരു ടൈമിൽ എന്തോ ഒരു ദേഷ്യത്തിന് പുറത്തോ അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷന് പുറത്ത് ചെയ്തതായിട്ടാണ്, എന്തോ ഒരു സംഭവം നിങ്ങളോട് ചെയ്തിട്ടാണ് കാണുന്നത്. പക്ഷെ അവർ ഭയങ്കര ഹേർട്ടാണ്, നിങ്ങളെപ്പോലെ തന്നെ ഹേർട്ടാണ്. അവർ തിരിച്ചു വന്ന് എങ്ങനെയും ഇത് മെൻഡ് ചെയ്ത് ശരിയാക്കണമെന്നാണ് ഇപ്പോഴും എനിക്ക് എല്ലാ കാർഡ്സും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് നിങ്ങളോട് ലവ് മാത്രമല്ല, അവർ ഭയങ്കര അട്രാക്ഷനും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ലവ് മാത്രമല്ല, നിങ്ങൾ ഫിസിക്കലിയും നിങ്ങളുടെ ബിഹേവിയറും ഒക്കെ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അവരുടെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഓക്കെ കുറെ എങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വരാം. ഇപ്പം അവരുടെ ഫോക്കസ് തന്നെ അതിലാണ്. ഈ ഒരു മന്ത് എങ്ങനെയും നിങ്ങളുടെ അടുത്ത് വരാം, ഇതെങ്ങനെയും മെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് അവരുടെ ഫോക്കസ്. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഭയങ്കര ക്ലോസ്ഡ് ഓഫ് ആണ്. ഓക്കെ, നിങ്ങൾ ഒട്ടും തന്നെ ഇവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം വീണ്ടും എന്താ ശരിയാക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, King of Cups and the Hanged Man. ഓക്കെ, സോ ഇപ്പോഴും അവര് പറയുന്നത് ഐ സ്റ്റിൽ വോണ്ട് യു എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, പക്ഷെ എനിക്ക് നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ മനസ്സിൽ അവർ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഇനിയും ഈ ഒരു പ്രോസസ്സിൽ കൂടെ ഈ ഒരു വീണ്ടും ഇവര് വഴക്കിട്ട് പോവുക, വീണ്ടും നിങ്ങൾ വിഷമിച്ചിരിക്കുക, ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകാൻ നിങ്ങൾക്ക് വിഷമാണ്, നിങ്ങൾക്ക് പേടിയാണ്. അല്ലാതെ നിങ്ങൾ ഇവരോടുള്ള ദേഷ്യം ആയിരിക്കില്ല നിങ്ങളെ കൊണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഭയങ്കര സ്റ്റബോൺ ആയിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ഒരു പേടിയാണ്. ഇനി ഇവര് പോയാൽ നിങ്ങളെ തന്നെ ഓർത്ത് നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കൂടെ എങ്ങനെയോ കടന്നു വന്നു, ഇനിയും തിരിച്ചു വീണ്ടും അതുപോലെ ആകുമോ എന്നാണ് നിങ്ങൾക്ക് ഒരു പേടി. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചറിൽ നോക്കുവാണെങ്കിൽ, ഓക്കെ ഈ ഒരു മന്തിൽ അത് ഫ്യൂച്ചറിൽ നോക്കുവാണെങ്കിൽ
നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും തെന്നി തെന്നി അവരുടെ അടുത്തുനിന്ന് മാറാനായിട്ടാണ് നോക്കുന്നത്. അത് അവർക്ക് നല്ലോണം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ നിങ്ങളെ എങ്ങനെയും പിടിച്ച് അവരുടെ അടുത്തേക്ക് എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ പിന്നെയും പിന്നെയും പോവാണ്. ഇത് പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്യണമെന്ന്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കീപ്പ് ചെയ്ത റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറെ ഫ്രണ്ട്സുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. ഓക്കെ.